ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം റിലീസ് ചെയ്ത മർഡറർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഒരു സീരിയൽ കില്ലർ താൻ ഒരുപാട് കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നും അതിനെപ്പറ്റി സംസാരിക്കാൻ തന്റെ ഇന്റർവ്യൂ എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഡി റിപ്പോർട്ടറിനെ അയാൾ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നു. അത് പ്രകാരം ആ ലേഡി റിപ്പോർട്ടർ ആ കില്ലറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ ആ ഹോട്ടലിലേക്ക് പോകുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഇനി നമ്മൾക്ക് കഥയിലേക്ക് പോയാലോ? സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ കഥാനായികയെ വിളിച്ചിട്ട് MBS വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ സിയോൺ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കഥാനായിക അതെ സിയോൺ ആണ്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ വിളിച്ചയാൾ ഞാൻ 11 പേരെ കൊന്ന സീരിയൽ കില്ലർ ആണെന്നും നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരു ഹോട്ടലിന്റെ അഡ്രസ് സിയോണിന് കൊടുക്കും. അങ്ങനെ പിറ്റേ ദിവസം സിയോൺ വണ്ടിയിൽ അവളുടെ കാമുകനായ പോലീസ് ഓഫീസർ ഹാനിനെയും കൂട്ടിയിട്ട് കില്ലർ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകും. സിയോൺ ഡിവോഴ്സ്ഡ് ആണ്, കൂടാതെ അവൾക്കൊരു മകളും കൂടിയുണ്ട്, പേര് എറിൻ. സിയോൺ ഹാനിനോട് എറിൻ എന്താ പറ്റിയതെന്ന് അറിയില്ല, അവൾ എന്നോട് അധികം സംസാരിക്കാറില്ല, ഇപ്പോൾ എപ്പോഴും മുഖത്ത് സങ്കടമാണ്, കൂടാതെ അവൾ എന്തോ ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറുന്നത്. മാത്രമല്ല ഒരു ദിവസം ഞാൻ അവളുടെ ബാഗ് ചെക്ക് ചെയ്ത സമയത്ത് അതിൽ നിന്നൊരു കത്തി എനിക്ക് കിട്ടി. അപ്പോൾ ഹാൻ നീ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയും. അന്നേരം സിയോൺ പറയും അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സംസാരിച്ചു നോക്ക്, അവൾക്ക് നിന്നെ വലിയ കാര്യമാണ്, സോ നിന്നോട് ചിലപ്പോൾ എന്താ കാര്യമെന്ന് പറഞ്ഞാലോ. ഓക്കെ, അല്ല അതുപോട്ടെ, നീ ആ ഫോണിൽ വിളിച്ചയാളെ കാണാൻ തന്നെ തീരുമാനിച്ചോ? നീ എന്ത് വിശ്വസിച്ച് അവിടെ പോകും? നിനക്ക് പേടിയില്ലേ? അപ്പോൾ സിയോൺ പറയും ചിലപ്പോൾ അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ. മാത്രമല്ല ഇതൊക്കെ അറിഞ്ഞാൽ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി എന്റെ കമ്പനി അങ്ങോട്ടേക്ക് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയുന്നതല്ലേ, ഈൽഷിൻ ഗ്രൂപ്പ് ആയിട്ടുള്ള പ്രശ്നം. സിയോൺ എന്താ പ്രശ്നമെന്ന് ഇപ്പോൾ പറയുന്നില്ല. അന്നേരം ഹാൻ പറയും ആ എനിക്കറിയാം, പക്ഷേ അയാൾ പറയുന്നത് പോലെ ഈ നടന്ന 11 കൊലപാതകവും സീരിയൽ കില്ലിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ എന്തൊക്കെയോ കള്ളം പറയുകയാണ്. അപ്പോൾ സിയോൺ കില്ലർ അയച്ചു കൊടുത്ത കോൾ റെക്കോർഡ് ഹാനിന് കേൾപ്പിച്ചു കൊടുക്കും. കില്ലർ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇനിയും കൊലപാതകം ചെയ്യുമെന്നുള്ള ഭീഷണിയായിരിക്കും. അതിനുശേഷം സിയോൺ ഹാനിനോട് കാർ ഇവിടെ നിർത്തിയേക്ക്, എങ്ങാനും കില്ലർ നമ്മളെ ഒരുമിച്ച് കണ്ടാൽ എന്റെ കൂടെ നീയുമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങും. ഹാൻ സിയോണിനോട് ചോദിക്കും ആർ യു ഷുവർ, നിനക്ക് അയാളെ ഇന്റർവ്യൂ എടുക്കണോ? ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ. എന്നാൽ സിയോൺ എന്ത് വന്നാലും വേണ്ടില്ല ഇന്റർവ്യൂ എടുക്കണമെന്ന മൈൻഡിൽ തന്നെയായിരിക്കും. അങ്ങനെ അവൾ ആ ഹോട്ടലിലേക്ക് പോയി റിസപ്ഷനിസ്റ്റിനോട് അവൾ ബുക്ക് ചെയ്ത റൂമിന്റെ കീ ചോദിക്കും. അവിടെയാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടാകും. സിയോൺ ആ സ്റ്റാഫിനോട് ഇവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓ അത് ഇവിടുത്തെ എല്ലാ റൂമിന്റെയും CCTVക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്, അത് നന്നാക്കുകയാണ്. അങ്ങനെ സിയോൺ അവിടുന്ന് കീ കാർഡ് എടുത്തിട്ട് പോകുന്ന വഴിക്ക് കില്ലർ കാണാതെ ഹാങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇയർബഡ് ചെവിയിൽ എടുത്തു വെക്കും. അതിനുശേഷം അവൾ അവളുടെ റൂമിലേക്ക് പോകും. അവളുടെ തൊട്ട് താഴത്തെ റൂമിൽ ഹാനും ഉണ്ടാകും. ഹാൻ അവളോട് ചുറ്റും നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലുള്ള ഹിഡൻ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവൾ അത് ഓൺ ചെയ്യും. എങ്ങാനും നിനക്ക് ഈ ഇന്റർവ്യൂ എടുക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയാൽ എന്നോട് പറയണം, പക്ഷേ അപ്പോഴും സിയോൺ എന്നെ കൊണ്ട് പറ്റുമെന്ന മൈൻഡിൽ തന്നെയായിരിക്കും. അങ്ങനെ അവൾ കില്ലറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ദാ വരുന്നു കോട്ടും സൂട്ടും ഇട്ട് കയ്യിലൊരു പെട്ടിയുമായി സുന്ദരനായ ഒരു കില്ലർ സിയോണിനോട് നിങ്ങളല്ലേ റിപ്പോർട്ടർ സിയോൺ എന്ന് ചോദിക്കും. അപ്പോൾ സിയോൺ അതെ, നിങ്ങളാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ അയാൾ അതെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറും. കില്ലറിനെ കണ്ട സിയോൺ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തുപറ്റി? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കില്ലറിന്റെ രൂപവും എന്റെ രൂപവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഞാൻ മനസ്സിൽ വിചാരിച്ച രൂപം പോലെ തന്നെയാണ് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ഈ കൊന്നെന്ന് പറയുന്ന ആ 11 പേരുടെ കൊലപാതകം എടുത്തു നോക്കുമ്പോൾ അതിലൊരു തെളിവ് പോലും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല 100 കണക്കിന് ക്യാമറ ഉണ്ടായിട്ടും അതിലൊന്നിനു പോലും നിങ്ങളുടെ ഫേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്രൈം ചെയ്ത ഒരാൾ, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അയാൾ റിയൽ ലൈഫിൽ എത്രത്തോളം സെൽഫ് കെയർ ചെയ്യുന്നുണ്ടെന്ന്. എനിവേ ആ 11 കൊലപാതകങ്ങളും ചെയ്തത് ശരിക്കും നിങ്ങൾ തന്നെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല.
അപ്പോൾ കില്ലർ അയാൾ ഓരോരുത്തരെയും കൊല്ലുന്ന വീഡിയോ സിയോണിന് ഫോണിലൂടെ കാണിച്ചു കൊടുക്കും. അത് കണ്ട സിയോൺ പേടിക്കും. ആ സമയം ഹാൻ അവന്റെ റൂമിൽ നിന്ന് കില്ലർ പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സിയോണിനോട് എന്തെങ്കിലും സൈൻ കാണിക്കാൻ പറയും. അപ്പോൾ സിയോൺ ഹാനിനുള്ള സിഗ്നൽ എന്ന രീതിയിൽ മുടിയൊന്ന് പുഷ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസമായില്ലേ? ഇനിയിപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ സിയോൺ ക്യാമറ ഓൺ ചെയ്യും. ഇന്റർവ്യൂവിന് മുമ്പേ എനിക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങളുടെ പേരും ഏജും ഒന്ന് പറയാമോ? അപ്പോൾ അയാൾ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഐഡന്റിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. സൊസൈറ്റിയിലുള്ള മോശം ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കൊന്ന് ഈ ലോകം നന്നാക്കാനാണോ നിങ്ങൾ അവരെ കൊന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ കൊന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആണ്. ഞാൻ ഈ കൊന്നവരൊക്കെ എൻ്റെ പേഷ്യൻസിനെ ഹേർട്ട് ചെയ്തവരാണ്. അപ്പോൾ സിയോൺ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിങ്ങളെ തന്നെ ഡേഞ്ചറിലാക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് എന്നോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ അതിന് കറക്റ്റ് ആൻസർ കൊടുക്കാതെ നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടത്തേക്ക് വന്നതെന്ന് തിരിച്ചു ചോദിക്കും. കാരണം നിങ്ങൾ എനിക്ക് ഇന്നലെ വിളിച്ചപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സീക്രട്സ് ഞാൻ ആരോടും പറയാതെടുത്തോളം കാലം എന്നെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന്. ഇനി പറ, നിങ്ങൾ അടുത്തത് ആരെയാണ് കൊല്ലാൻ പോകുന്നത്? അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കില്ലർ ഞാൻ പറയില്ല എന്ന് പറയും. അത് കേട്ട സിയോൺ ദേഷ്യത്തിൽ എങ്കിൽ ശരി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ കില്ലർ പറയും, നീ ഇവിടെ നിന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അടുത്തയാളെ കൊല്ലും. ഓ, അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൾക്കാരുണ്ടോ? നീ എന്താ വിചാരിച്ചത് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നോ? നീ വേഗം ഇന്റർവ്യൂ തീർക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ആരെയാ ഞാൻ അടുത്തതായി കൊല്ലാൻ പോകുന്നതെന്ന്. അങ്ങനെ അവൾ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യും. സിയോൺ, നിങ്ങൾ എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. അതൊരു വലിയ കഥയാണ്. ഒരു സ്ത്രീ അവൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ റേപ്പിന് ഇരയായി. പ്രസവത്തിന് ശേഷം കുട്ടിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ട്രോമ അത് അവളെ വേട്ടയാടി കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവൾ ഒരു ദിവസം ആ കുട്ടി അതാ റേപ്പ് ചെയ്ത ആളുടെ ചോരയാണെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ആ ട്രോമ താങ്ങാനാകാതെ അവൾ അവളുടെ കുട്ടിയെയും എടുത്ത് വീടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കി. അപ്പോൾ സിയോൺ, അത് നിങ്ങളുടെ വൈഫ് ആയിരുന്നു എന്ന് ചോദിക്കും. ഓ, നിനക്ക് മനസ്സിലായി അല്ലേ? എൻ്റെ വൈഫ്. അവൾ പോയതിന് ശേഷം എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. ഞാൻ ഡിപ്രസ്ഡായി. എൻ്റെ ജീവിതം തന്നെ മടുത്തു. പക്ഷേ അവളെ നശിപ്പിച്ചവനെ തേടി പിടിച്ച് കൊല്ലണമെന്നുണ്ടായിരുന്നു എനിക്ക്. അവളെ റേപ്പ് ചെയ്ത കുറ്റവാളിക്ക് ആകെ 4 വർഷത്തെ ശിക്ഷ മാത്രമേ കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജയിലിൽ നിന്ന് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷേ എൻ്റെ പ്ലാനൊക്കെ തെറ്റി. അവൻ ആ ജയിലിൽ നിന്ന് തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു മരിച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആകെ മൊത്തം തളർന്നുപോയി. അന്നേരം സിയോൺ, പിന്നെ എങ്ങനെയാ നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവർ ആയതെന്ന് ചോദിക്കും. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പകരം ഞാൻ വേറെ ഒരു വഴി കണ്ടുപിടിച്ചു. അത് മറ്റൊന്നുമല്ല, എന്റെ പേഷ്യൻസിനെ ഹേർട്ട് ചെയ്യുന്ന എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുക. അത് തന്നെ. എന്റെ ഒരു പേഷ്യന്റിന്റെ ഭാര്യയെയും അയാളുടെ 8 വയസ്സുള്ള കുട്ടിയെയും ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഇടിച്ചു. ഭാര്യ അപ്പൊ തന്നെ മരിച്ചു. പക്ഷെ കുട്ടി കോമയിലായി. ആ പേഷ്യന്റിനെ അയാളുടെ കുടുംബം തകർത്തയാളെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ തന്റെ കുട്ടിയെ ഓർത്ത് അയാൾക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അയാളുടെ വിഷമം കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ ഓർത്തുപോയി. കാരണം അതേ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാനും. കൗൺസിലിംഗ് കൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ പേഷ്യന്റിനോട് അയാൾക്ക് പകരം ഞാൻ ആ വണ്ടി ഇടിച്ച ആളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ പേഷ്യന്റ് ആദ്യമൊന്നും പേടിച്ചു. പിന്നീട് അയാൾ എന്റെ കഥ കേട്ടപ്പോൾ അയാൾക്ക് ഞാനും അയാളും തമ്മിൽ ഏകദേശം ഒരേ സ്റ്റേജിലാണെന്ന് മനസ്സിലായി. അങ്ങനെ അവസാനം അയാൾ ഞാൻ ആ കൊലപാതകിയെ കൊല്ലുന്നതിന് ഓക്കെ പറഞ്ഞു. സിയോൺ പറയും, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും റിവെഞ്ചിന് നമ്മൾക്കുണ്ടാകുന്ന ട്രോമ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന്. ട്രോമ നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ റിവാഞ്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇന്റൻസിറ്റി കുറക്കാൻ പറ്റും. അന്നേരം സിയോൺ, നിങ്ങൾ എല്ലാ കില്ലേഴ്സിനെയും പോലെ ഓരോന്നും പറഞ്ഞ് എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു ഡോക്ടറിന്റെ എത്തിക്സിന് ചേരുന്നതല്ല എന്ന് പറയും. അന്നേരം കില്ലർ പറയും, ഈ പറയുന്ന എത്തിക്സ് അത് മീഡിയ പ്രൊഫഷണൽസിനും ബാധകമല്ലേ? ഞാൻ ഈ കൊലപാതകത്തെ പറ്റി നിന്നോട് വിളിച്ച് പറഞ്ഞ സമയത്ത് നീ പോലീസിനെ ആയിരുന്നു ആദ്യം ഇൻഫോം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ നീ ചെയ്തതോ എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന എക്സ്ക്യൂസുമായിട്ടല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത്.
ഞാൻ ഇവിടെ വന്നത് എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആരെയാണോ കൊല്ലാൻ നോക്കുന്നത് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത് ഞാൻ. പക്ഷേ നിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നീ കള്ളം പറയുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. അന്നേരം ആരോ കോളിംഗ് ബെല്ലടിക്കും. നോക്കുമ്പോൾ അത് ഹോട്ടലിലെ ഫുഡ് സെർവ് ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കും. ആ സ്റ്റാഫ് ഫുഡ് ഒരു സ്ഥലത്ത് വെച്ച് പൈസ വാങ്ങിക്കാൻ നോക്കുമ്പോൾ കില്ലർ സിയോണിനെ നോക്കിക്കൊണ്ട് നമ്മളുടെ മോശം ഹാബിറ്റ്സ് നമ്മളുടെ മരണത്തിന് കാരണമാകും പറഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് ആ സ്റ്റാഫിനെ കഴുത്തിൽ സിറിഞ്ച് കൊണ്ട് കുത്തും. ആ സ്റ്റാഫ് അപ്പൊ തന്നെ മരിക്കും. അത് കണ്ട സിയോൺ പേടിച്ചു പോകും. ഒപ്പം ഹിഡൻ ക്യാമറയിലൂടെ ഇതെല്ലാം കണ്ട ഹാനും. അതിനുശേഷം കില്ലർ പറയും, ഇന്റർവ്യൂ എടുക്കാൻ ഈ ഹോട്ടലിൽ തന്നെ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് നീ ഇതുവരെ ചോദിച്ചില്ലല്ലോ. കില്ലർ മരിച്ചു കിടക്കുന്ന സ്റ്റാഫിനെ നോക്കിക്കൊണ്ട് പറയും, ഇവൻ ഒരു പാവം സ്ത്രീയെ ആരോ ലൈംഗികമായി ഉപദ്രവിക്കുന്ന വീഡിയോ എടുത്ത് 3 വർഷത്തോളം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് കാരണം അവരുടെ എൻഗേജ്മെന്റ് പോലും ബ്രേക്കായി. ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഈ ഹോട്ടലിൽ തന്നെ വരാൻ പറഞ്ഞത്. അപ്പോൾ സിയോൺ ചോദിക്കും, പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇന്ന് രാത്രി നിങ്ങൾ ഒരാളെ കൊല്ലുമെന്നല്ലേ? ആ അതെ, എനിക്ക് രാത്രിയും ഒരാളെ കൊല്ലാനുണ്ട്. നീ തൽക്കാലം അയാളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതേസമയം ഹാൻ സിയോണിനോട് നീ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്, ഞാൻ അവനെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയും. സിയോൺ കില്ലറിനോട് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം കില്ലർ പറയും, ഞാൻ റിവാഞ്ച് ആവശ്യമുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എല്ലാ പേഷ്യൻസിനും റിവാഞ്ച് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ ആവശ്യമുള്ള കുറേ പേഷ്യൻസിനെ എനിക്ക് കിട്ടി. അപ്പോൾ സിയോൺ, നിങ്ങളുടെ പേഷ്യൻസിന് എപ്പോഴെങ്കിലും ഈ കാര്യം ഓർത്ത് കുറ്റബോധം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ, ചിലർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറ്റബോധം. അതിന്റെ അർത്ഥം നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പെർഫെക്റ്റ് അല്ല എന്നാണ്. അപ്പൊ കില്ലർ തിരിച്ച് എല്ലാ ട്രീറ്റ്മെന്റ്സിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് മറുപടി പറയും. നിങ്ങളുടെ പേഷ്യൻസിന് ഉണ്ടായ സൈഡ് എഫക്ട്സ് നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? ഞാൻ എന്റെ പേഷ്യൻസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ട്. അതുവഴി ഞാൻ ആ പ്രശ്നം പരിഹരിക്കും. നിനക്ക് മ്യൂസീഷ്യനായ പാഗനീനി അറിയോ? അതേസമയം ഹാൻ സിയോണും കില്ലറും ഉള്ള റൂമിന്റെ പുറത്ത് വന്നിട്ട് കീ കാർഡ് ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഡോർ ഓപ്പൺ ആകില്ല. ഇവിടെ കില്ലർ പാഗനീനി എന്ന് പറഞ്ഞ മ്യൂസീഷ്യന്റെ മ്യൂസിക് ഓൺ ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യാൻ പോയ സമയത്ത് എന്റെ പേഷ്യന്റായ ഒരു കുട്ടിക്ക് ഈ മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂടാതെ അവൻ നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. അവൻ ഈ മ്യൂസിക് അവന്റെ വയലിൻ ഉപയോഗിച്ച് വായിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവന്റെ ടാലന്റ് കണ്ടിട്ട് വളരെ അസൂയ തോന്നുകയും അതിന്റെ ദേഷ്യത്തിൽ ആ കുട്ടി അവന്റെ വയലിൻ സ്ട്രിങ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഇടത് കൈ ഡിസ്ട്രോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബുള്ളിങ് ചെയ്ത കുട്ടിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടു. ഞാൻ ആ കുട്ടിയെ സർവേയുടെ പേരും പറഞ്ഞ് ഫോണിൽ വിളിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ആ കുട്ടിയുമായിട്ട് ഫ്രണ്ട്ലി ആകാൻ വേണ്ടി കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം അങ്ങോട്ട് ഞാൻ ആ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് ആ കുട്ടി അറിയാതെ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൻ സ്കൂളിന്റെ റൂഫ് ടോപ്പിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ജമ്പ് എന്ന മെസ്സേജ് അയച്ചാൽ അതിന്റെ മുകളിൽ നിന്ന് അവൻ ചാടി മരിക്കും. അപ്പൊ സിയോൺ കില്ലറിനോട് ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നില്ലെങ്കിലും അതൊരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്ത് ഈ കുട്ടി വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിനക്കറിയോ ഇവൻ ആ പാവം കുട്ടിയുടെ കൈ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്തതെന്ന്? ഇവൻ അവന്റെ ഓരോ വിരലുകളായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് നശിപ്പിച്ചത്. അതേസമയം സിയോണിന് അവളുടെ മകളുടെ ബാഗിൽ നിന്ന് കത്തി കിട്ടിയത് ഓർമ്മ വരും. കില്ലർ ആ കുട്ടിക്ക് ജമ്പ് എന്ന് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ കില്ലർ പറഞ്ഞു വരുന്ന കുട്ടി തന്റെ മകളായിരിക്കുമെന്ന് ഓർത്ത് പേടിച്ച് സിയോൺ വേണ്ട എന്ന് പറയും. അപ്പൊ കില്ലർ എന്ത് പറ്റിയെന്ന് ചോദിക്കും. സത്യം പറ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുട്ടി എന്റെ മകളാണോ? അല്ല, ഇതൊരു ക്ലാസ്സിൽ പഠിച്ച 2 ആൺകുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. എന്നിട്ട് കില്ലർ സിയോണിനോട് എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു സർക്കുലർ ടോക്കൺ എടുത്ത് അവളുടെ നേർക്കെറിയും. അപ്പൊ സിയോൺ അതിൽ തന്നെ നോക്കി പെട്ടെന്ന് ഹിപ്നോട്ടൈസ്ഡ് ആകും. അന്നേരം ഹാനിന് സിയോൺ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടാണ് ഉള്ളതെന്ന് മനസ്സിലാകും. സിയോൺ ഹിപ്നോട്ടൈസ്ഡ് ആയിട്ട് പറയും, എന്താ പറ്റിയതെന്ന് അറിയില്ല. ഏകദേശം 6 മാസത്തോളമായി എറിൻ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നത് പോലെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ എക്സ് ഹസ്ബൻഡ് എറിനെ അയാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ തോന്നും അവൾക്ക് അവളുടെ അച്ഛന്റെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന്. അവൾ എപ്പോഴും അവളുടെ കാര്യമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നോടൊന്ന് തുറന്ന് സംസാരിക്കാനോ ഞാനുമായിട്ട് സമയം ചെലവഴിക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ല. ഒരു ദിവസം അവളുടെ ബാഗിൽ നിന്ന് എനിക്ക് കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം കില്ലർ അവന്റെ പേഷ്യൻസിനോട് സംസാരിക്കുന്നത് പോലെ സത്യം പറ, നീ അവളെ വെറുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ സിയോൺ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ മെമ്മറിയിൽ കുഞ്ഞുനാളിൽ അവളുടെ മകൾ എറിൻ അമ്മേ എന്ന് വിളിക്കുന്നത്
ചെയ്യുന്നത് ഓർമ്മ വരും. അന്നേരം പെട്ടെന്ന് സിയോൺ റിയാലിറ്റിയിലേക്ക് വരും. കില്ലറിനോട് സിയോൺ നിങ്ങൾ എന്താ എന്നെ ചെയ്തതെന്ന് ചോദിക്കും. എന്നാൽ കില്ലർ ഒന്നുമില്ല എന്ന് പറയും. ഹാൻ സിയോണിനോട് പറയും അയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. നീ ഇനിയും നിന്റെ മൈൻഡ് അയാളുടെ കൺട്രോളിൽ വിട്ടാൽ നമ്മളുടെ എല്ലാ പ്ലാനും വെള്ളത്തിലാകും. നിന്റെ കയ്യിൽ ഞാൻ തന്ന ആ സ്റ്റൺ പെന്നില്ലേ, അത് വെച്ച് നീ അവനെ ബോധം കെടുത്തിട്ട് പുറത്തേക്ക് വാ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. സിയോൺ കില്ലറിനോട് എനിക്ക് ഈ ഇന്റർവ്യൂ ഇനിയും ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊന്ന് പറ, നിങ്ങൾ ആരെയാ ഇന്ന് രാത്രി കൊല്ലാൻ പോകുന്നത്? ഞാൻ ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് നിന്നോട് മാത്രം പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇനിയിപ്പോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ തന്നെ പോലീസിനോട് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരു പോലീസ് ഓഫീസറോട് എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പോൾ താഴെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അയാൾ ഇങ്ങോട്ടേക്ക് വരും. അത് കേട്ട ഹാനും സിയോണും പേടിക്കും. അന്നേരം ഹാൻ സിയോണിനോട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കും. പക്ഷേ അത് ഓപ്പൺ ആകില്ല. അതേസമയം കില്ലർ ഹാനിന്റെ റൂമിലെ ഫോണിൽ വിളിക്കും. കോൾ എടുത്ത് ഹാൻ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിലും കില്ലർ തിരിച്ചതിന് മറുപടി പറയില്ല. അതായത് സിയോണിന്റെ കൂടെ ഹാനും അവിടെ ഉണ്ടെന്ന് കില്ലറിന് അറിയാമെന്നർത്ഥം. അതേസമയം തിരിഞ്ഞു നോക്കിയ ഹാൻ പെട്ടെന്ന് ആരെയോ കാണും. പക്ഷെ ആരാ എന്ന് കാണിക്കുന്നില്ല. ചിലപ്പോൾ കില്ലറിന്റെ സഹായി ഹാനിന്റെ റൂമിൽ ഉണ്ടായിരിക്കാം. അയാളോട് ഹാനിനെ പിടിച്ചു വെക്കണമെന്നുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കില്ലർ ഹാനിന്റെ റൂമിലെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരിക്കുക. കില്ലർ സിയോണിനോട് പറയും നീ എന്തിനാ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുന്നേ? അല്ല, ഇനിയിപ്പോ നിന്റെ ലവറായ ഓഫീസർ ഹാൻ നിന്നെ രക്ഷിക്കാൻ ഇവിടത്തേക്ക് വരുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യാനാ, അവനിപ്പോ ഓൾറെഡി ഡീപ്പ് സ്ലീപ്പിലാണ്. മറുഭാഗത്ത് ഹാൻ റൂമിൽ ബോധം കെട്ട് കിടക്കുന്നുണ്ടാകും. അന്നേരം സിയോൺ കില്ലറിനെ അവളുടെ കയ്യിലുള്ള സ്റ്റൺ പെന്ന് കൊണ്ട് കുത്താൻ നോക്കുമ്പോൾ കില്ലർ ആ സ്റ്റൺ പെൻ പിടിച്ചു വെച്ചിട്ട് പറയും ഒരു സൈക്കാട്രിസ്റ്റ് എപ്പോഴും പേഷ്യന്റ് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യും എന്ന രീതിയിൽ അലേർട്ടായിട്ട് ഇരിക്കണം. അതും പറഞ്ഞ് കില്ലർ അതേ സ്റ്റൺ പെൻ കൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തി അവളുടെ ബോധം കെടുത്തു. ആ സീൻ അവിടെ കട്ടാകും. ശേഷം ബോധം വരുമ്പോൾ സിയോൺ കാണുന്നത് അവളുടെ വായയും ശരീരവും ഒരു ചെയറിൽ കെട്ടിയിട്ടതാണ്. കില്ലർ പറയും ഓ നീ എഴുന്നേറ്റല്ലേ, ആക്ച്വലി ഈ ഇന്റർവ്യൂ എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. ഇവൻ തന്നെ കൊല്ലാൻ പോകുകയാണെന്ന് വിചാരിച്ച സിയോൺ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. നിനക്കുറപ്പാണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ഒന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സിയോൺ നിങ്ങൾ ഈൽഷ്യൻ ഗ്രൂപ്പിന്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. മറുഭാഗത്ത് ഹാൻ എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടാകും. കില്ലർ ഹാനിനോട് നീ എങ്ങാനും ഇനി അനങ്ങിക്കഴിഞ്ഞാൽ സിയോണിന്റെ ജീവനായിരിക്കും അപകടത്തിലാകുക. സിയോൺ അന്നേരം ഈൽഷ്യൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ഇഷ്യൂ പറയും. ഒരു വർഷം മുമ്പ് മിൻ സിയോക്ക് എന്ന് പറഞ്ഞയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അയാൾ ഈൽഷ്യൻ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയുടെ ഫൈനാൻസ് ടീമിന്റെ ഹെഡ് ആയിരുന്നു. അയാൾ അന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഈൽഷ്യൻ ഗ്രൂപ്പിന്റെ സീക്രട്സ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. 10 വർഷം മുമ്പ് ഒരു ഡ്രഗ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ അതിന്റെ ടോക്സിക് വേസ്റ്റ് ഒക്കെ യോങ്സൺ എന്ന് പറയുന്ന റിവറിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പബ്ലിക്കിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ പ്രോസിക്യൂട്ടേഴ്സിനും പൊളിറ്റീഷ്യൻസിനും കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോക്സിക് വേസ്റ്റ് ആ റിവറിൽ കൊണ്ടുപോയി ഇട്ടത് കൊണ്ട് തന്നെ അതിന്റെ ചുറ്റും താമസിച്ച കുട്ടികൾക്ക് ക്യാൻസർ വരികയും അതിൽ കുറച്ച് കുട്ടികൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ കില്ലർ എന്നിട്ട് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കും. സിയോൺ പറയും ഞാൻ അയാളുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ആ ഡാറ്റാസും ഇൻഫോർമേഷൻസും കളക്ട് ചെയ്ത റെക്കോർഡ് ബുക്ക് ഞാൻ എന്റെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരോ മോഷ്ടിച്ചു. ആ മോഷണം നടന്ന അതേ ദിവസം തന്നെ എന്നെ വിളിച്ച ആ മിൻസിയോക്ക് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ആ ഇൻസിഡന്റ് നടന്ന ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ കമ്പനിയിലെ ഓഡിറ്റിംഗ് ടീമിന് ഒരു അനോണിമസ് കോള് വന്നു. ഞാൻ ഈൽഷ്യൻ ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്ത് അവരുടെ സീക്രട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ ചോർത്തി കൊടുക്കുന്നുണ്ടെന്നായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കോൾ കാരണം സിയോണിന്റെ കമ്പനി അവളെ പുറത്താക്കിയിട്ടില്ല. പകരം അവളെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ തുടങ്ങി. കില്ലർ പറയും അതൊക്കെ, പക്ഷേ നിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ സിയോൺ അതെ എന്ന് ഉറപ്പിച്ച് പറയും. എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. കാരണം ആ എനോണിമസ് കോൾ ചെയ്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ നിന്റെ കമ്പനിയിൽ ആ എനോണിമസ് കോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടി ഇങ്ങോട്ട് എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വരുമായിരുന്നോ? ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്നെ ഉപദ്രവിക്കാനല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നിന്റെ ആ റെക്കോർഡ് ബുക്ക് കട്ടെടുത്തത് വേറെ ആരുമല്ല, ഹാൻ ആണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ഈൽഷ്യൻ ഗ്രൂപ്പിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അതുപോലെ ആ റെക്കോർഡ് ബുക്ക് എവിടെയാണ് ഹൈഡ് ചെയ്തതെന്നും അറിയാവുന്ന ഒരേ ഒരാൾ ഹാൻ മാത്രമാണ്. അപ്പോൾ അതിന് പ്രതികരിക്കാൻ എന്ന രീതിയിൽ സിയോൺ പറയും ഇല്ല, ഹാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവർ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്. കില്ലർ പറയും ഹാൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവന്റെ ഹെൽപ്പോട് കൂടി നീ ഈൽഷ്യൻ ഗ്രൂപ്പിന്റെ കള്ളത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കും
ഉപദ്രവിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈൽഷിൻ ഗ്രൂപ്പിലെ ഒരു പെണ്ണ് ഹാനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അതൊരു വൺ നൈറ്റ് സ്റ്റാൻഡിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് ഈൽഷിൻ ഗ്രൂപ്പ് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അത് വെച്ച് ഹാനിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അങ്ങനെ ആ ബ്ലാക്ക്മെയിൽ കാരണമാണ് ഹാൻ ആ റെക്കോർഡ് ബുക്ക് അവർക്ക് കൈമാറിയത്. മറുഭാഗത്ത് ഹാൻ എങ്ങനെയല്ലോ അവന്റെ കെട്ടൊക്കെ അഴിക്കും. കില്ലർ പറയും അന്ന് ഹാൻ ആ റെക്കോർഡ് ബുക്ക് എടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു വിറ്റ്നസ് ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നിന്റെ മകൾ എറിൻ ആയിരുന്നു. എറിൻ എല്ലാം കണ്ടെന്ന് മനസ്സിലാക്കിയ ഹാനിന് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവൻ ചെയ്തത് മറച്ചു വെക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ അവളെ റേപ്പ് ചെയ്തു. ഇതൊക്കെ കേട്ട് ഞെട്ടിയ സിയോൺ കരയാൻ തുടങ്ങും. കില്ലർ പറയും എറിൻ റേപ്പ് ചെയ്യപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ അവളെ കൂട്ടി പോകുമെന്ന് ഹാനിന് ഉറപ്പായിരുന്നു. മാത്രമല്ല നിന്നെ എറിനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും എറിൻ വിട്ടിട്ട് പോകില്ല എന്നും ഹാനിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എറിൻ ഇത് ആരോടും പറയില്ല എന്ന് ഹാനിന് അറിയാം. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കില്ലർ പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. സിയോൺ കില്ലറിനോട് ഞാൻ എന്തിന് നിങ്ങളെ വിശ്വസിക്കണമെന്ന് ചോദിക്കും. നീ ഒരിക്കൽ അവളുടെ ബാഗിൽ കത്തി കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഹാനിനെ പേടിച്ച് അവൾ വെച്ചതാണ്. ശരി, നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, നീ നിന്റെ മകളെ തന്നെ വിളിച്ച് ചോദിക്ക്, അപ്പോൾ അറിയാമെല്ലാം. അങ്ങനെ അവൾ എറിനെ വിളിച്ചിട്ട് ചോദിക്കും. അന്നേരം എറിൻ കില്ലർ പറഞ്ഞതുപോലെ തന്നെ നടന്നതെല്ലാം പറയും. അതായത് കില്ലർ സ്കൂളിൽ കൗൺസിലിംഗ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നായിരിക്കണം എറിനെ പരിചയപ്പെട്ടതും അവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതും. സിയോൺ കില്ലറിനോട് എനിക്ക് അവനോട് ഇതൊക്കെ നേരിട്ട് തന്നെ ചോദിക്കണമെന്ന് പറയും. ഓക്കെ, ബട്ട് റിമെമ്പർ, നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ് യു മസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. മറുഭാഗത്ത് ഹാൻ അവന്റെ കാലിന്റെ കെട്ടെല്ലാം അഴിക്കും. സിയോൺ നേരെ ഹാനിന്റെ അടുത്ത് പോയിട്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ, നീ എന്റെ മകളെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ, നമ്മൾ എത്ര കാലമായി ഒരുമിച്ച്, എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ലേ? നീ എന്തിനാ ഈ കില്ലർ പറയുന്നതൊക്കെ വിശ്വസിച്ചത്? നീ തന്നെ കുറച്ചു മുമ്പ് കണ്ടതല്ലേ അയാൾ എങ്ങനെയാ ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതെന്ന്. നിന്നെയും അയാൾ അതുപോലെ ചെയ്തിട്ടാണുള്ളത്. ഞാൻ എറിനെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എന്നോടെല്ലാം പറഞ്ഞു. അപ്പോൾ അതോ? ഹാൻ പറയും അവളെയും ചിലപ്പോൾ കില്ലർ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അത് കേട്ട സിയോൺ താൻ ഇപ്പോഴും ഹിപ്നോട്ടൈസ്ഡ് ആണെന്ന് വിചാരിച്ച് തോക്ക് മെല്ലെ താഴേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കില്ലർ നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ് യു മസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് കില്ലർ പറഞ്ഞത് അവളുടെ മൈൻഡിൽ വരും. പെട്ടെന്ന് സിയോൺ ഇല്ല, നീ പറഞ്ഞതൊക്കെ കള്ളമാണ്, നീ തന്നെയാണ് അവളെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾ എഗെയിൻ ഹാനിന് നേരെ തോക്ക് ചൂണ്ടും. അന്നേരം ഹാൻ അവളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ നോക്കും. സിയോൺ അവന്റെ കയ്യിൽ കടിക്കും. ഹാൻ സിയോണിനെ പിടിച്ച് തള്ളിയിടും. എന്നിട്ട് ആ തോക്കെടുത്ത് ചൂണ്ടിയിട്ട് സിയോണിനോട് പറയും ഞാൻ വേണമെന്ന് വെച്ച് എറിനെ ഉപദ്രവിച്ചതല്ല, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് കേട്ട സിയോൺ ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് ഹാനിന്റെ കഴുത്ത് പിടിക്കാൻ നോക്കും. അന്നേരം ഹാൻ അവളുടെ മുടി പിടിച്ച് വലിച്ച് തള്ളി താഴെയിട്ട് അവളെ ചവിട്ടും. അതേസമയം കില്ലർ പിറകിൽ വന്ന് നിന്നിട്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയും. ഹാൻ അപ്പോൾ കില്ലറിന് നേരെ ഷൂട്ട് ചെയ്യും. ബട്ട് ആ തോക്കിൽ ബുള്ളറ്റ് ഉണ്ടാകില്ല. ആ സമയം സിയോൺ അവളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റൺ പെൻ കൊണ്ട് ഹാനിന്റെ കാലിൽ കുത്തും. അങ്ങനെ അവന്റെ ബോധം പോകും. കില്ലർ സിയോണിനോട് നീ പേടിക്കണ്ട, ഇത് ജസ്റ്റ് ഒരു സെഡേഷൻ മാത്രമാണ്, അവൻ മരിച്ചിട്ടില്ല, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോളൂ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് സിയോൺ കരഞ്ഞുകൊണ്ട് നടന്നു പോകും. ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കില്ലർ ഹാനിനെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ടുണ്ടാകും. അന്നേരം കില്ലർ എന്താ നിനക്ക് പേടിയാകുന്നുണ്ടോ, എറിൻ അനുഭവിച്ച പെയിനും ഫിയറും നീയും അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവന്റെ ലിംഗം കട്ട് ചെയ്യും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം എറിൻ ഹാനിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയും ഡോക്ടർ ഇനി അയാൾ തിരിച്ചു വരില്ലല്ലോ എന്ന്. സത്യത്തിൽ എറിൻ അറിയില്ല ഹാനിനെ കില്ലർ കൊന്ന കാര്യം. നീ പേടിക്കണ്ട, ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഹാൻ മിസ്സായത്, സോ നീ ഇനി പേടിക്കേണ്ട കാര്യമില്ല, അവൻ തിരിച്ചു വരില്ല. എറിൻ പോയതിനു ശേഷം സിയോൺ അകത്തേക്ക് കയറും. സിയോൺ പറയും അറിയോക്കെ, ആൾക്കാരെ ഇങ്ങനെ കൊല്ലുന്നത് അത്രയും ഹാർഡും പെയിൻഫുള്ളും ആയിട്ടുള്ള കാര്യമാണ്. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. അതായത് പുള്ളിക്കാരി ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കില്ലറിനോട് പറഞ്ഞതാണ്. അന്നേരം കില്ലർ ഇതോടുകൂടി എല്ലാം നിർത്തണമെന്ന അർത്ഥത്തിൽ അവന്റെ കൈകളിൽ നോക്കും. എന്നിട്ട് അവൻ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇന്നത്തെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാഫ് പറയും സ്കെഡ്യൂൾഡ് ചെയ്ത എല്ലാ അപ്പോയിന്റ്മെന്റ്സും കംപ്ലീറ്റഡ് ആണ്, പക്ഷേ വെൽഫെയർ സെന്ററിൽ നിന്ന് ഒരാൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഈ കുട്ടി അബ്യൂസിന് ഇരയായി എന്നാണ്, അതുകൊണ്ട് ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടാണുള്ളത്. ഞാൻ അവരോട് എന്താണ് പറയേണ്ടത്? പക്ഷെ കില്ലർ എന്താ മറുപടി പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയും. എങ്ങനെയുണ്ട് സിനിമ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കില്ലർ ഇനിയും അയാളുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് കൊലപാതകം ചെയ്യുമോ? നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായിട്ട് എന്നോട് ഷെയർ ചെയ്യൂ. ഇനി അടുത്ത മൂവിയായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.